ഹലോ നമസ്കാരം. സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലുലോയിഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ദ റിനോൺഡ് മ്യൂസിക് ഡയറക്ടർ രാഹുൽ രാജാണ്. ഹലോ രാഹുൽ ഏട്ടാ, വെൽക്കം. ഹലോ. അപ്പൊ നമ്മളിങ്ങനെ ഇടക്കിടക്ക് കാണുന്നുണ്ട് അല്ലേ? എങ്ങനെ பார்த்தாலும் മൂഞ്ചി. അപ്പൊ ഇപ്രാവശ്യം പക്ഷെ കുറച്ച് പുതിയ വിശേഷങ്ങളുമായിട്ടാണ് രാഹുലേട്ടൻ വന്നിരിക്കുന്നത്. ബിക്കോസ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ പൊറോട്ട നാടകത്തിലെ പാട്ടുകളെ പറ്റിയിട്ടാണ്. അപ്പം ഞാൻ അതിലെ പാട്ടുകൾ കേൾക്കുകയുണ്ടായി. അത് സാധാരണയായി രാഹുലേട്ടന്റെ സോങ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതെങ്ങനെയായിരുന്നു? ഡയറക്ടറുടെ ഒരു ആവശ്യമായിരുന്നോ? തീർച്ചയായും അത് ആ സ്ക്രിപ്റ്റിൽ തന്നെ ഈ ഒരു പൊറാട്ട് നാടകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സങ്കേതം, ആ ഒരു ആർട്ട് ഫോം ഭയങ്കരമായിട്ട് സന്നിവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യലി ആ ഡിസ്കഷനിൽ തന്നെ ഈ ഒരു കലാരൂപം എങ്ങനെയെങ്കിലും ഇതിലെ പാട്ടുകളിലൊക്കെ വരണം. ഈവൻ ബിഫോർ ദ ഷൂട്ട് വി മെയ്ഡ് എ ജേർണി ടു ദിസ് ഒരു പാലക്കാടുള്ള ഒരു ഡിസ്റ്റന്റ് വില്ലേജിലേക്ക് നമ്മൾ യാത്ര ചെയ്തു. അവിടെ ശരിക്കും പൊറാട്ട് നാടകം രാത്രി മുഴുവൻ നടക്കും ഈ ഒരു ആർട്ട് ഫോം. അതായത് ഇപ്പോഴും ഉണ്ട്. ബ്യൂട്ടിഫുൾ ആണത്. കാരണം അത് കാണാൻ വന്നിരിക്കുന്ന ആളുകൾ ഈവൻ തമിഴ് ആളുകളും ഒരു വല്ലാത്തൊരു എനിക്ക് തോന്നുന്നു എവിടെയൊക്കെ ഏതോ പ്രിയൻ സാറിൻ്റെ ഒക്കെ ഏതോ ചില സിനിമകളിലൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ഒരു ഓഡിയൻസ് തന്നെയാണ് അവിടെ. അവർ നിലത്തൊക്കെ ഇരുന്നത് കണ്ട് ആ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ പായും തലേണയൊക്കെ കൊണ്ടുവന്ന് ഇപ്പം അമ്മമാരൊക്കെ അവിടെ കിടന്ന് ഉറങ്ങും, പിള്ളേർ കിടന്ന് ഉറങ്ങും, കപ്പലണ്ടി മറ്റേത് ചെറിയ ഫെയർ, ഒരു ഭയങ്കര സംഭവം. ഈവൻ വാട്ട് ഹാപ്പൻസ് ഇസ് ആ നാട്ടിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് ഇവർ ഈ ആക്ഷേപഹാസ്യത്തിലൂടെ. ഇപ്പം എനിക്കൊരു കാര്യം, ഇപ്പം നിങ്ങൾ മീനാക്ഷി ഒരു പൊറാട്ട് നാടകം ആർട്ടിസ്റ്റാണ്, ഞാനൊരു വ്യൂവറാണ്, ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു കാണിയാണ്. എനിക്കൊരു കാര്യം പ്രശ്നം പറയാനുണ്ട് നാട്ടുകാരോട്. അപ്പം ഞാൻ ഉടനെ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വന്നിരിക്കും. അപ്പം ഞാനൊരു 10 രൂപ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെവിയിൽ കാര്യം പറയും. അപ്പോൾ പറയും, ഇവന്റെ ഭാര്യ കുളിക്കാൻ നിന്നപ്പോൾ അപ്പുറത്തെ പരമ വായി നോക്കി ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ നാട്ടിൽ നടക്കുന്ന യൂഷ്വൽ. അല്ലെങ്കിൽ ഒരാളുടെ പൈപ്പ് പൊട്ടിയിട്ട് ഇതുവരെ പഞ്ചായത്ത് അത് ശരിയാക്കിയില്ല, ഇത് കവിതാ രൂപത്തിലൊക്കെ അവരങ്ങ് അഡ്രസ്സ് ചെയ്യുകയും ഒരു ഭയങ്കര ഒരു സംഭവം. ഇത് അത്ഭുതപ്പെട്ടു പോയി. നമ്മളിത് വേറൊരു എനിക്ക് തോന്നുന്നു ഏതോ ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒക്കെ സിനിമയുടെ അകത്തിരിക്കുന്ന ഏതോ ഒരു ചുരുളിയിലൊക്കെ ഒരു ഫെയർ കാണിക്കുന്നില്ലേ, അങ്ങനത്തെ ഒരു ഗ്രാമത്തിലെത്തിയ ഒരു. എനിക്കിത് പെട്ടെന്ന് കേട്ട പറഞ്ഞപ്പോ തേന്മാവിൻ കൊമ്പത്തിലൊക്കെ അപ്പൊ അന്ന് നമ്മൾ കുറെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യൊക്കെ എടുത്തായിരുന്നു ഇവരുടെ ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന് ഈ പേർപ്പസിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് പേര് വന്നതെന്നുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ നമ്മൾ അത് വെച്ചിട്ട് അത് വർക്ക് ചെയ്യായിരുന്നു. പിന്നെ അതിൻ്റെ ഓത്തൻറ്റിക് കലാകാരന്മാരുണ്ട്. രഞ്ജിത്ത് ദേവ് എന്ന് പറഞ്ഞൊരു ഒരു വ്യക്തിയുണ്ട്, ഒരു പയ്യൻ, ഒരു യങ്സ്റ്ററാണ്. അത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ദാറ്റ് യങ്സ്റ്റേഴ്സ് ആർ ഓൾസോ പെർസ്യൂയിങ് ഇറ്റ്. അവരത് അവരുടെ ഈ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജിത്തിനെ നമ്മൾ വിളിച്ചു വരുത്തി പുള്ളിയായിട്ടിരുന്ന് അങ്ങനെയൊക്കെയാണ് അത് ചെയ്തത്. ഇപ്പോൾ ഈവൻ ഇതിൽ അവസാനം ഒരു പൊറാട്ട് നാടകം പാട്ടുണ്ട്, അത് സിത്താര ആലപിച്ചാണ്. പക്ഷെ സിത്താര പാടിയതെന്ന് സിത്താര പോലും പറയില്ല, കാരണം അത്ര ഒരു വേറൊരു റോ ടൊണാലിറ്റിയിലാണ്. അതിപ്പോ ഇന്ന് റിലീസ് ആയിട്ടുള്ള അതാണ്. അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല, അത് ഇന്ന് റിലീസ് ആകുകയുള്ളൂ. അപ്പൊ അതിലൊരു പാട്ട് പാടിയിരിക്കുന്നത് രാഹുലേട്ടൻ തന്നെയാണല്ലോ. അപ്പൊ ഈ പൊറോട്ട നാടകം എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമിന് വേണ്ടുന്ന സൗണ്ടും അതേപോലെ ഡിഫറെന്റ് ആയിരിക്കില്ലേ? അപ്പം ചേട്ടൻ തന്നെ പാടാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഒന്നാമത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മള് യൂഷ്വൽ വിവക്ഷ ഓഫ് മെയിൽ സിംഗറിന്റെ ടോൺ അല്ല എൻ്റെ ഒരു ബേസ് വോയിസ്, അങ്ങനത്തെ പരിപാടിയല്ല. കുറച്ചൊരു ഹസ്കി, കുറച്ചൊരു വിസിലടിച്ച പോലത്തെ ഒരു ശബ്ദമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു പേർപ്പസിന് ഇത് ആപ്റ്റ് ആയിരിക്കും എന്ന് തന്നെ തോന്നിയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളതിപ്പോൾ ഈവൻ എൻ്റെ അടുത്ത് ഡയറക്ടർ പറഞ്ഞിരുന്നു നമുക്കത് ഒരു പക്ഷേ അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഒരു പെർഫോമൻസ് ഒരു പ്രോഗ്രാം പോലെ നടത്തുന്നുണ്ടാവും. അപ്പോൾ അത് ദെൻ യു മേ ഹാവ് ടു അപ്പിയർ. അങ്ങനെയാണെങ്കിൽ പാട്ട് നമ്മൾ തന്നെ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുവേണ്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പാടുകയും കൂടെ ചെയ്തത്. പിന്നെ അത് സാധാരണഗതിയിൽ ഞാൻ നമ്മളുടെ ഈ സ്ക്രാച്ച് ഉണ്ടാക്കുമ്പോൾ പാടി വെക്കാറുണ്ട്. ആ ഒരു ആസ്പെക്റ്റിൽ തന്നെ പാടി വെച്ചു, എന്നിട്ട് അതങ്ങ് ഫൈനലൈസ് ചെയ്തു. കൂടുതൽ സുനിൽ മത്തായി ഉണ്ട് എൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. അതിലൊരു കോറസ് പോലെ കൂടെ സുനിൽ മത്തായിയുടെയും ശബ്ദമുണ്ട്. മറ്റേ നമ്മളുടെ കമ്മട്ടിപ്പാടം ഫെയിം, ബാച്ചലർ പാർട്ടി ഫെയിം. ചേട്ടനപ്പം അതിനകത്തേക്ക് അഭിനയിക്കണം എന്നൊരു ഡിസിഷനിലേക്ക് വന്നത്? ഞാൻ ചേട്ടനെ അങ്ങനെ സ്ക്രീനിൽ ചേട്ടൻ പാടി പാട്ട് ചേട്ടൻ അഭിനയിക്കുന്നത് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഇറ്റ് ടേക്ക് സോ ലോങ്? കാരണം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പോൾ more than 20 years ആയി തോന്നുന്നല്ലേ? ഇല്ല, 16 ക്ലോസ് ടു 20 years ആയിട്ടുണ്ട്. അപ്പം ഇത്രയും നാള് എന്താണ് ലേറ്റ് ആയത്? ആൻഡ് ഫൈനലി പൊറാട്ട് നാടകത്തിലൊക്കെ ഞാൻ ബിഗ് സ്ക്രീനിൽ വന്നിരിക്കാം എന്നുള്ളൊരു ഡിസിഷൻ. ആക്ച്വലി അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ല, ഇത് ജസ്റ്റ് ഹാപ്പൻഡ്. ഇങ്ങനെ സംഭവിച്ചു പോയിന്ന് മാത്രം. ഡയറക്ടറിന്റെ ഒരു പ്രോത്സാഹനമാണ്. പുള്ളി എൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂൾ കാലത്ത് മുതൽ എനിക്ക് അറിയുന്ന ഒരു മെന്റർ പോലത്തെ ഒരു ചേട്ടനെ പോലെ ഒരാളാണ്. പുള്ളിയുടെ അന്ന് പോലെ സിദ്ദിഖ് സാറായിട്ടുള്ള കണക്ഷനൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു സിദ്ദിഖ് സാറിൻ്റെ പ്രസൻറ്റേഷനുള്ള ഒരു സിനിമയിൽ ഇത് യാദൃശ്ചികമായിട്ട് തോന്നാമെങ്കിലും ഒരുപക്ഷെ പ്രീ ഡെസ്റ്റൈൻഡ് തന്നെയാണ്. ഇങ്ങനെ ഒരു കാര്യത്തിൽ പുള്ളി
നമ്മളെ വിളിക്കുകയും അത് ചെയ്യാൻ പറ്റിയതൊക്കെ. അതല്ലാണ്ട് നമ്മൾ ഇത്ര നാളായി അതിന് മുമ്പ് എത്ര കമ്പോസേഴ്സ് ഇങ്ങനെ നമ്മളങ്ങനെ സ്ക്രീനിൽ വരണം നിർബന്ധമില്ലല്ലോ, നമ്മൾ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ പോലും വന്ന് കഴിഞ്ഞപ്പോൾ കുറേ പേരൊക്കെ വിളിച്ച് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, ചാണകക്കുളി വേണമായിരുന്നു എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അത് ശരിക്കും ചാണകമായിരുന്നോ? അല്ല, ശരിക്കും അല്ല, ഓഫ് കോഴ്സ്, കം ഓൺ. അതെന്തോ ഒരു നമ്മുടെ ആർട്ട് ഡയറക്ടർ ചെയ്ത എന്തോ പരിപാടിയാണത്. പക്ഷേ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ എൻ്റെ അടുത്ത് അത് കൺവിൻസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഞാൻ ചോദിച്ചു അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദിച്ചായിരുന്നു. അപ്പോൾ അത് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് എടുത്ത ഷോട്ടുകളാണ്. അല്ല, ശരിക്കും ചാണകം അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ശരിക്കും ചാണകമല്ല, എന്നാൽ പോലും അത് നല്ലൊരു എന്തോ ഒരു ക്ലേയോ എന്തൊക്കെയോ കുറെ സാധനങ്ങളുണ്ട്, മിക്സ് ചെയ്തിട്ടുള്ള കുറേ സമയം എടുത്ത് അത് കളയാൻ വേണ്ടി. ആണോ? അയ്യോ. ഓക്കെ ചേട്ടാ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ബിഹൈൻഡ് ദ സ്ക്രീനിൽ നിൽക്കുന്നത് പോലെ എളുപ്പമാണോ ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്ക്രീൻ വന്ന് പെർഫോം ചെയ്തപ്പോൾ? എനിക്ക് ആക്ച്വലി ഭയങ്കര രസമായിട്ട് തോന്നി. ഐ എൻജോയ്ഡ് ദ പ്രോസസ്. നല്ല രസം. ഒരു പക്ഷെ ആ ഒരു ഇത് പാട്ടാണല്ലോ, ഇത് സീൻ ഡയലോഗും ഇമോട്ട് ചെയ്യേണ്ടൊന്നും കാര്യമില്ല, നമുക്ക് ജസ്റ്റ് പെർഫോം ചെയ്യണ പോലെ കാണിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കോറിയോഗ്രാഫി സ്റ്റെപ്പുകളുണ്ട്. പക്ഷെ അത് വൈബ് ദാറ്റ് പ്ലേസ് ഹാഡ് വാസ് ബ്യൂട്ടിഫുൾ. ഒരു എങ്ങനെയൊക്കെയോ ആ നാട്ടിലുള്ള ആളുകളെ മുഴുവൻ അവിടെ എത്തിക്കുകയും നമ്മുടെ ക്രൂവിലുള്ള ആളുകൾക്ക്, ഇപ്പം ഞാൻ ഇങ്ങനെ ഇതിൽ പെർഫോം ചെയ്യണമെന്നുള്ള കാരണം കൊണ്ട് തന്നെ നമ്മുടെ ക്രൂവിലുള്ള ആളുകളും ഈവൻ ആക്ടേഴ്സ് ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരു ചിയറിങ് കാണാൻ കൂടിയിട്ട്, അതെ 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 അതെ, ചായയൊക്കെ മേടിച്ചു തന്ന് പരിപ്പോടെ കഴിച്ച് അതിനിടെ കൂടെ ഭക്ഷണം. ആ ഒരു വൈബ് വാസ് വെരി ബ്യൂട്ടിഫുൾ ഫോർ മീ. ഇറ്റ് വാസ് ഒരു പക്ഷെ അത് എനിക്കൊരു മറക്കാനാവാത്തൊരു അനുഭവമാണ്. പാറാട്ട് നാടകത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. രാഹുലേട്ടന്റെ ഹിറ്റ് പാട്ടുകളിൽ മിക്കതും രാഹുലേട്ടന്റെ വോയിസ് തന്നെയാണുള്ളത്. ആ ഒരു ചോയ്സിലേക്ക് എങ്ങനെയാ എത്തുന്നത്? ഹിറ്റ് പാട്ട് എല്ലാം ഒന്നുമില്ല, ചില ശബ്ദങ്ങൾ ഇടയ്ക്ക് കയറ്റി വിടുന്നുള്ളതല്ലാണ്ട് അത് സ്ക്രാച്ച് പാടുന്ന അവസ്ഥയിൽ പാടി വെക്കുന്നതാണ്. എന്നിട്ട് ഡയറക്ടർ ഒരു പക്ഷേ ഇത് എന്താ പറയില്ല, കേട്ട് ഇനി അതല്ലാണ്ട് മറ്റൊരു ശബ്ദം അവർക്ക് അവർ ഓൾറെഡി സെറ്റായി പോയി. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബുദ്ധിപരമായിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആദ്യമേ നമ്മുടെ ശബ്ദത്തിൽ ഇട്ട് കൊടുക്കും, പിന്നെ അത് മാറ്റം പാടായിരിക്കും. അങ്ങനെ ആയി വരുന്ന ചില കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതിൽ നമ്മൾ സ്ക്രാച്ച് പാടിയതാണ്. അല്ലാണ്ട് ഇപ്പം ഇവൻ ചില പാട്ടുകളൊക്കെ ഞാൻ ചെറിയ കോറസിലൊപ്പം, ഇപ്പം തലയിൽ കോറസിലൊപ്പം പാടിയിട്ടുണ്ട്. അല്ലെ അങ്ങനെയൊക്കെ ഋതുവിലെ വേനൽക്കാറ്റിൽ പാടിയിട്ടുണ്ട്. അല്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടും. അപ്പോൾ ചേട്ടൻ നമുക്ക് പാറാട്ട് നാടകത്തിൽ ഒരു നല്ല പാട്ട് കേട്ടാലോ? ഞാൻ പാടിയ പാട്ട് തന്നെ പാടാം. ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി ഘോര സംസാരിച്ചതുകൊണ്ട്. ഓക്കെ. ഹരിനാരായണനാണ് ഇതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. ഹരി ഒരു യാത്രയൊക്കെ ചെയ്ത് ഏതോ ലൈബ്രറിയിലൊക്കെ പോയി അവിടുത്തെ ഏതോ പ്രൊഫസറൊക്കെ കണ്ട് അവിടുത്തെ ഈ ഒരു ഗോരഹബ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ ഉണ്ട്, ചാണകത്തിൽ കുളിക്കുന്ന, നമ്മൾ സ്പെയിനിലെ ടൊമാറ്റീനോ പോലത്തെ ഒരു ഫെസ്റ്റിവലാണ്. അപ്പൊ അത് ഇത് ഒരു റിലീജിയസ് റൈറ്റ്സ് ഉള്ള ഒരു ഫെസ്റ്റിവലാണ്. അപ്പൊ ആ ഫെസ്റ്റിവലാണ് ഈ സിനിമയിൽ കാണിക്കുന്ന ഒരു സീക്വൻസ്. അങ്ങനെയാണ് ഇതിൽ ഈ ചാണകക്കുളി എന്ന് പറഞ്ഞ സാധനത്തിലോട്ടേക്ക് എത്തിയത്. അങ്ങനെയാണ് ഈ പാട്ടിന്റെ പേരും ഈ കണ്ടന്റ് മനസ്സിലാക്കാൻ വേണ്ടി ഹരി ഈ പറഞ്ഞ പോലെ കുറെ റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് പാടാം. ജാലപ്പൊലി ജാലപ്പൊലി ദേവർക്കുളെ താലിപ്പൊലി നീര് പൊലി മാട് പൊലി ബം 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 ನಮ್ಮ ಹಬ್ಬ ನಿಮ್ಮ ಹಬ್ಬ ಗೋರೆ ಹಬ್ಬ ಬಂದಿ ಹಬ್ಬ ಬನ್ನಿ 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 ಬಯ್ಯ ಬಂ ಬಂ ಬೋಲ್ ഇന്ദിരനെ പോല് നിറസന്ദിരനെ പോല് ചെങ്കനലിൻ വീറ് മുടി ചെങ്കടലിൻ തോത് കൺകളിലോ മിന്നൽ മൊഴി അൻപു മഴை ചിന്നൽ ചെഞ്ചിലമ്പ് പോട് ഉയിരിന്റെ കുരൽ പാട് അലമലേ ചിരുതയെ മരമെട് അലമലേ തുടിയെട് കുരലിട്. ചേട്ടാ, ഇപ്പം ഓരോ എറേനെ ഓർമ്മിപ്പിക്കുന്ന ഓരോ പാട്ട്, അല്ലെങ്കിൽ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിന് ഒരു ട്രിബ്യൂട്ട് പോലെ ഉണ്ടാക്കിയിട്ടുള്ള പാട്ട്, ഈ സോങ് ഒക്കെ ചേട്ടൻ ഉദ്ദേശിച്ച രീതിയിൽ വർക്ക്ഔട്ട് ആയി എന്ന്, അതായത് ചേട്ടൻ ആ മ്യൂസിക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഔട്ട് ഓഫ് യുവർ ഹാൻഡ്സ്, പിന്നീട് ആ ഒരു റെസ്പോൺസ് കിട്ടാനായിട്ട് ചേട്ടൻ ലുക്ക് അപ്പോൺ ടു ചെയ്യുന്ന ഫസ്റ്റ് പേഴ്സൺ ആരാ? എൻ്റെ ചേച്ചി ഉണ്ടായിരുന്ന സമയത്ത് അവരായിരുന്നു. ഉണ്ടായിരുന്നു. ഷീസ് നോ മോർ. അപ്പോൾ കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും നമ്മൾ കൂടെ നിൽക്കുകയും നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഒരു ജേണി ഒരുമിച്ചുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് അങ്ങനെ ഒരു ഒരു ഈ പറഞ്ഞ പോലെ ലുക്കപ്പോൺ ചെയ്യുന്ന ഒരാൾ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു മെന്റർ ലെവലിൽ നിൽക്കുന്ന ഒരാളായിരിക്കണമല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി അതിനുശേഷം എന്താ പറയുക, ഐ സെൻഡ് ഇറ്റ് ടു ഹെർ മെയിൽ അല്ലെങ്കിൽ ടു ഹെർ ഫേസ്ബുക്ക് മെസ്സഞ്ചർ, എന്നിട്ട് വെയിറ്റ് ഫോർ എ റെസ്പോൺസ് ആൻഡ് ദർ ഇസ് നോ റെസ്പോൺസ്. അപ്പൊ നമ്മൾ അയച്ചു എന്നുള്ളൊരു സാധനം നമുക്ക് ഉണ്ടാവുക, അത്രേ ഉള്ളൂ. അണ്ണൻ തമ്മിന്റെ ലിറിക്സ്? അതെ, അണ്ണൻ തമ്മിയുടെ ലിറിക്സ് ചേച്ചി. വി ഹാഡ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ സിനിമയും സംഗീതവും ഒക്കെ എപ്പോഴും ഡിസ്കസ് ചെയ്യുകയും എഴുത്തൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്. അപ്പൊ ഈ ഇത്തരം ഇതൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ ഷി വാസ് ദേർ. ഹേമന്തം. ആണോ? യാ യാ യാ
and she was happy about the song. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര ഷി വാസ് കോൺസ്റ്റന്റ്ലി ലുക്കിംഗ് ദ യൂട്യൂബ് ആൻഡ് ഹൗ ഇറ്റ് ഇസ് ഗോയിങ്. ആ സമയത്തുള്ള ഒരു ആ പാട്ടിന്റെ ഒരു വിജയം ഒരു ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വിജയമായിരുന്നു. അത്ര അങ്ങനെ വിചാരിച്ചില്ല. ഇപ്പോഴുള്ള പോലത്തെ ഒരു സ്കെയിലല്ല. ആ ഒരു 2015 എൻഡാണ് ഞാൻ ഈ പറയുന്നത്. ഓവർ നൈറ്റ് ഇറ്റ് ബിക്കെയിം എ ഹ്യൂജ് വൈറൽ ഹിറ്റ്. അത് ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ അത് അതിൽ പുള്ളിക്കാരിയുടെ വലിയൊരു കൈ അതിലുണ്ട്. 100%. അപ്പൊ നമുക്ക് ആ പാട്ട് രണ്ടുപേരും ചേട്ടാ തീർച്ചയായും ചേച്ചിക്കും കൂടെ വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചേച്ചിക്ക് വേണ്ടി. അപ്പൊ അത് നിന്റെ മൗനവും അവിടെ നിന്ന് തുടങ്ങാം. നിന്റെ മൗനവും മൊഴിയിഴ തുന്നിയേകവേ എന്നും ഈ വഴി കനവൊടു കാത്തിരുന്നു ഞാൻ. എൻ നിമിഷങ്ങളാനന്ദശലഭങ്ങളായി ഇന്നലയുന്നു നിന്നോർമ്മയാകെ നെഞ്ചിന്നു ഞാലിൽ മെല്ലെ നിന്നെ എന്നും താരാട്ടാം ഓമൽ പൂവേ. ആഹാ ആഹാ ലാ 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 ലാ. ഹേമന്തമൻ കൈക്കുമ്പിളിൽ തൂവും നിലാപ്പൂ നീ പൂങ്കാറ്റ് പോൽ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ. ബ്യൂട്ടിഫുൾ. ചേട്ടൻ ആക്ച്വലി ഒരു മ്യൂസിക് ഡയറക്ടർ ആകാനായിട്ടുള്ള ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ചേട്ടൻ ഒരു റോൾ മോഡൽ സെറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? AR റഹ്മാൻ. ആണോ? ഓ 100%. ചേട്ടൻ ഇവിടെ AR റഹ്മാൻ സാറിന് ചായയുണ്ട്. ചായയുണ്ടോ? ഉണ്ട്. ഈ ലുക്ക് എവിടെ ഒരു ലുക്ക് ലൈക്ക് ഉണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചില ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ചില ആംഗിൾ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ. അദ്ദേഹമാണോ? 100%. വെരി ഇൻസ്പയറിംഗ്. ഐ ഹാവ് ടോൾഡ് ദിസ്. ഐ മെറ്റ് ഹിം ഇൻ എ ഷോപ്പ്. ഒരു ടേൺ കീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മ്യൂസിക് ഷോപ്പ് ഉണ്ട് ലണ്ടനിൽ. ഐ വാസ് വർക്കിംഗ് ദർ. പഠിക്കുകയും വർക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഞാൻ എല്ലാ സൺഡേയും അവിടെ പോകും. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ വായി നോക്കിയിരിക്കും. അവിടെ യു ക്യാൻ ലിസൺ ടു ഓൾ ദ ന്യൂ ട്രെൻഡ്സ് ആൻഡ് സൗണ്ട്സ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ അത് ഇറ്റ്സ് എ ഹാങ്ങിങ് ഔട്ട് പ്ലേസ്. അപ്പോൾ അവിടെ പോയപ്പോൾ എന്തോ സാധനം മേടിച്ചു. ആൻഡ് ദെൻ ഐ വാസ് ഇൻ ദ ക്യൂ. ഇപ്പുറത്തെ ക്യൂവിൽ AR റഹ്മാനും ശിവകുമാർ പുള്ളിയുടെ സൗണ്ട് എഞ്ചിനീയറും കൂടെ നിൽക്കുന്നു. ഞാൻ ഇങ്ങനെ ദൈവമേ ഇതെന്തീ കാണുന്നത്. ലൈക്ക് മൈ ഐഡൽ ഗോഡ് ഈസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. പുള്ളി വർത്താനൊക്കെ പറഞ്ഞ് ആക്ച്വലി ഹി കെയിം ടു കമ്പോസ് ഫോർ ബോംബെ ഡ്രീംസ് പറഞ്ഞിട്ടുള്ള തിയേറ്റർ ഉണ്ടായിരുന്നു ആൻഡ് എയർടെൽ തീം. ഇത് കമ്പോസ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ഐ ഇന്ററാക്റ്റഡ് വിത്ത് ഹിം ഭയങ്കരമായിട്ട്. ആ ക്യൂ വാസ് എ ലോങ് ക്യൂ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു സാറിനെ അത്ര ഇന്റർനാഷണൽ അക്ലൈമിലോട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു സമയമാണ്. ഇന്ത്യയിൽ ഓൾറെഡി ഹീസ് എ ഹ്യൂജ് സെൻസേഷൻ. പക്ഷേ ആ ഗ്ലോബൽ തിങ്ങിലേക്ക് വരുന്നത് ആഫ്റ്റർ ബോംബെ ഡ്രീംസ് ആൻഡ് ആ ഒരു തിയേറ്ററിക്കൽ ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ആണ് അതിലോട്ട് എത്തിയത്. അപ്പം അതിന് തൊട്ട് മുമ്പുള്ളൊരു he was there for all that. അപ്പോൾ ആ ഒരു interaction was around 30-35 minutes, nearly 40 minutes. Yeah, because it's a long queue. എല്ലാം പറഞ്ഞു മ്യൂസിക് ഡയറക്ടർ ആവണമെന്നല്ല. ലൈക്ക് ഹി വാസ് ആസ്കിങ് മീ സോ മെനി തിങ്സ്. ലൈക്ക് ഇപ്പൊ നമ്മൾ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു അതേ ഒരു രീതിയിൽ തന്നെ ഐ കുഡ് ഇന്ററാക്ട് വിത്ത് ഹിം. അപ്പൊ എന്നോട് പറഞ്ഞു എൻ്റെ പുതിയൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് കണ്ണത്തിൽ മുത്തമിട്ടാൽ. ഞാൻ പറഞ്ഞു ഞാനത് മ്യൂസിക് ഇന്ത്യ ഓൺലൈനിൽ കേട്ടു, ഇന്നലെ കേട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയുണ്ട്, അതിലൊരു ഗിറ്റാർ ഇട്ടിട്ടുണ്ട്, അതെങ്ങനെയുണ്ട്. ലൈക്ക് ദ വേ ഹി വാസ് ആസ്കിങ് മീ തിങ്സ്. ലൈക്ക് അപ്പൊ പുള്ളിനെ സംബന്ധിച്ചോളം ഐ വാസ് എ പേഴ്സൺ ഫ്രം ദർ. ആ സമയത്ത് ഞാൻ ലണ്ടനിലുള്ള ഒരു പയ്യൻ, നമ്മുടെ ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ മലയാളമായിട്ടുള്ള ഒരു പയ്യൻ. അപ്പോൾ അവിടുത്തെ ആ യൂത്ത് ആ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ ഒപ്പീനിയൻ അറിയണം എന്നുള്ളൊരു സാധനം കൂടെ പുള്ളിക്ക് ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ആ പാട്ടിലുള്ള ഓരോ ഡീറ്റെയിൽസും അതിലൊരു സ്ട്രിങ്സ്. അപ്പോൾ ഈ മറ്റേ വെള്ളൈപ്പൂക്കൾക്ക് തൊട്ടുമ്പോൾ ഗിറ്റാറില്ല, അതിനെപ്പറ്റിയാ ചോദിക്കണേ അതെങ്ങനെയുണ്ട്, ആ ടോൺ എങ്ങനെയുണ്ട്. അപ്പോൾ വി വർ ടോക്കിംഗ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ മ്യൂസിക്കിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. എൻ്റെ കവറൊക്കെ തുറന്നു, വാട്ട് ഡിഡ് യു ബൈ? ഓ ദിസ് ഐ ഹാവ് ടു ബൈ, ഐ വിൽ ബൈ ദിസ് നെക്സ്റ്റ് ടൈം എന്നൊക്കെ പറഞ്ഞു. പുള്ളി ഭയങ്കര like a never before Rahman. അല്ലെങ്കിൽ after that you cannot probably talk to him like that. ആ ഒരു ലെവലാണ്. അപ്പോൾ then he asked me what is your aspiration. ഞാൻ പറഞ്ഞു എനിക്ക് കമ്പോസർ ആണെന്നായിരുന്നു. ബട്ട് then life brought me here. ആൻഡ് ഈ കാലം പോലെയല്ലോ ആ സമയം അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഡ്രീം മാത്രമായിട്ടുള്ള ഒരു കാലഘട്ടം. അപ്പോൾ he was like if you really want to be a composer then what are you doing here? Go back man.
ആ ഒരു ചോദ്യം ചേട്ടന്റെ ഉള്ളിൽ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കി. അത് മാത്രമാണ് ഇമ്പാക്ട് ഉണ്ടാക്കിയ കാര്യം. ഇമ്മീഡിയറ്റ്ലി ഞാൻ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഐ എം കോളിങ് മൈ മദർ. അപ്പോൾ മമ്മി എൻ്റെ ശബ്ദമൊക്കെ ഇടറി എക്സൈറ്റ്മെന്റ് കാരണം എന്ത് പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ കണ്ടു പുള്ളിനെ, റഹ്മാനെ കണ്ടു. നമ്മളങ്ങനെയാണല്ലോ പറയാൻ, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്സ്, റഹ്മാൻ സാറാണ്, എന്നാലും നമ്മളങ്ങനെയാണല്ലോ പറയാൻ. അപ്പോൾ മമ്മി ആകെ അത്ഭുതമായി. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അപ്പം എൻ്റെ അടുത്ത് തിരിച്ചു വന്നു പോയിക്കൂടെ, എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, അപ്പം അതാ പെർസ്യൂ ചെയ്യണമെങ്കിൽ യു ഗോ ബാക്ക്. ഐ കെയിം ഹിയർ ബിക്കോസ് ഐ എം എ തിങ് ഇൻ ഇന്ത്യ. ദാറ്റ് ഇസ് എ പോയിന്റ്. നമുക്ക് പരിചയമില്ലാത്തൊരു തട്ടകത്തിൽ പോയിട്ട് ഒന്നിന്ന് തുടങ്ങുന്നതിലും നല്ലത് നമ്മളുടെ സ്പേസിൽ നിന്ന് ബി സക്സസ്ഫുൾ, ദെൻ ദ വേൾഡ് വിൽ നീഡ് യു. അതാണ് പുള്ളി എനിക്ക് പറഞ്ഞ മെസ്സേജ്. അപ്പോൾ ദാറ്റ് വാസ് ലൈക്ക് ഒരു ആണി അടിച്ച് കയറ്റിയ പോലത്തെ ഒരു ഇംപ്രഷൻ ആയിരുന്നു. ഇമ്മീഡിയറ്റ്ലി അമ്മ പറഞ്ഞു, എടാ നിനക്ക്, അമ്മയാണെങ്കിൽ ഞാൻ മറ്റേ നമ്മൾ മാമംഗലം എടപ്പള്ളി പാലാരിവട്ടത്തിന് അപ്പുറം നമ്മൾ പോയി കഴിഞ്ഞാൽ എപ്പോൾ വരും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരൊരു തരത്തിൽ കണ്ണടച്ചിട്ടാണ് നമ്മളങ്ങനെ വിട്ടത് പോലും, സമ്മതിച്ചത് പോലും. അപ്പോൾ ഷീ വാസ് ലൈക്ക് വേഗം വാ, തിരിച്ചു വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വിത്തിൻ കപ്പിൾ ഓഫ് ഐ തിങ്ക് 2-3 months തന്നെ ഞാൻ came back. അവിടെ നിന്നാണ് പിന്നീട് സിനിമയിലുള്ള ചേട്ടൻ്റെ ഒരു മ്യൂസിക്കൽ ജേർണി. ആ ജേർണി വാസ് ലൈക്ക് 4.5 years വിച്ച് വാസ് ലൈക്ക് എറ്റേണിറ്റി അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് തന്നെ സഹായിച്ച ആളാണ് ഇപ്പോൾ ഈ പൊറാട്ട് നാടകത്തിന്റെ ഡയറക്ടർ നൗഷാദിക്ക. എനിക്ക് നമ്പേഴ്സ് എടുത്തു തരും, സിദ്ദിഖ് സാറിന്റെ നമ്പർ എടുത്തു തരും, അല്ലെ വിനയൻ സാറ്, റാഫി മെക്കാട്ടിൻ, ഇങ്ങനെയുള്ള പുള്ളിക്ക് പരിചയമുള്ള ആളുകളൊക്കെ നമ്പർ വന്നിട്ട് എൻ്റെ അടുത്ത് അവരെ വീട്ടിൽ ചെല്ലാൻ പറയും. അപ്പൊ ഞാൻ പോയിട്ട് മറ്റേ നമ്മൾ മാർക്കറ്റിംഗുകാർ ചെല്ലില്ലേ വീട്ടിൽ പോയിട്ട്, അങ്ങനെ നേരിട്ട് വീട്ടിൽ പോയിട്ട് ഡെമോ കേൾപ്പിക്കുകയും അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് ടുക്ക് 4.5 years. ആ സമയത്താണ് അൻവറിനെ മീറ്റ് ചെയ്യാനുള്ള ഇത് വന്നത്. അങ്ങനെയാണ് ചോട്ടാ മുംബൈയിലോട്ടൊക്കെ വന്നത്. ഇറ്റ്സ് എ ലോങ് ജേർണി. ഈ ഒരു വെയിറ്റ് ചെയ്യുന്ന ഈ ഒരു സമയത്ത്, അതായത് റഹ്മാൻ സാറിന്റെ ഒരു വേക്കപ്പ് കോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. നമ്മൾ ആണി അടിച്ച് ഡു ദിസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ആൻഡ് ഐ കുഡ് ടോക്ക് ടു ഹിം അബൌട്ട് ഇറ്റ് ലേറ്റർ ഓൺ. ഞാൻ റസൂൽ കുട്ടി സാറിന്റെ ഒരു പടം ഉണ്ടായിരുന്നു, സൗണ്ട് സ്റ്റോറി. അതില് സോങ്സ് ഞാൻ കമ്പോസ് ചെയ്തത്. അപ്പൊ അതിന്റെ ലോഞ്ച് ചെന്നൈയിൽ വെച്ചിട്ട് റഹ്മാൻ സാറും ശങ്കർ സാറും കൂടെ നടത്തിയത്. അപ്പൊ അന്ന് ആ ഇവന്റിൽ വെച്ചിട്ട് ഇൻ മൈ സ്പീച്ച് ഐ സ്പോക്ക് അബൌട്ട് ദിസ് ഇവന്റ്. പുള്ളി ഇങ്ങനെ കൊണ്ടായിട്ടുണ്ടോ, എന്നിട്ട് ഞാൻ പുള്ളിയുടെ അടുത്താണ് എനിക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ഹേയ് ഇറ്റ്സ് ട്രൂ മാൻ, ഞാൻ പറഞ്ഞു അതെ. അപ്പൊ ശങ്കർ സാർ കൊള്ളാം. എനിക്കതപ്പോ നേരിട്ട് അവരോട് പറയാൻ പറ്റിയെന്നുള്ളത് ഐ ഫെൽറ്റ് ലൈക്ക് എ ഫുൾ സർക്കിൾ. അത് ഭയങ്കര എന്താ പറയാ, ഡെസ്റ്റിനി ഇങ്ങനെ തിരിച്ചു നിർത്തിയ പോലെ ഒരു ഇതല്ലേ. അപ്പം ചേട്ടൻ ആക്ച്വലി ഓവർ ദ സ്പാൻ ഓഫ് ദ 17 years സക്സസ്ഫുൾ ആയി എന്നുള്ളൊരു ഫീലിംഗ് എന്താണ് ടു യുവർ സെൽഫ് ചേട്ടന് തോന്നുന്നത്? സക്സസ്ഫുൾ ആയി എന്നല്ല, ഐ കുഡ് ബി എ പാർട്ട് ഓഫ് ദിസ് സിനാരിയോ എന്നുള്ളതാണ്. സക്സസ്ഫുൾ എന്ന് പറഞ്ഞതൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ ഇത് ഇറ്റ് ക്യാൻ കം ആൻഡ് ഗോ. സക്സസ് എന്ന് പറയുന്ന സാധനം അല്ലല്ലോ. ദിസ് ഇസ് ലൈക്ക് നമുക്ക് ഏറ്റവും പാഷനായിട്ടുള്ളൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുകയും അത് വെച്ചിട്ട് നമുക്ക് ഉപജീവനം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഡ്രീം. ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമുക്ക് ഒരു ടയറിങ് പ്രോസസ് ആയിരിക്കും. യു ജസ്റ്റ് വാണ്ട് ടു ഗെറ്റ് ഓവർ വിത്ത്, ജസ്റ്റ് ഡൺ വിത്ത് ഇറ്റ്. അങ്ങനെ അല്ലാണ്ട് എവറി ഡേ യു വേക്ക് അപ്പ് വിത്ത് വാട്ട് ടു ഡു നെക്സ്റ്റ്. ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഈവൻ ടുഡേ ഇറ്റ് ഇസ് ദ സെയിം ഫയർ. 17 years ഒന്നും എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള സാധനങ്ങളിലേക്കൊന്നും ഇപ്പോഴും എത്താൻ പറ്റിയിട്ടുണ്ടെന്ന്. നോ നോട്ട് യെറ്റ്. മേ ബി ഡു യു തിങ്ക് അതാണ് ചേട്ടനെ ഇപ്പം ചേട്ടൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ചേട്ടൻ്റെ ആരാധകർ ചേട്ടനെ വിളിക്കും, ഞങ്ങൾ രാഹുൽ രാജ് ദ അണ്ടർ റേറ്റഡ് മ്യൂസിക് ഡയറക്ടറാണ്, ഇനിയും വരാനുണ്ട് എന്നുള്ളൊരിത് പറയുന്നുണ്ട്. അപ്പം അതിനോടൊപ്പം ചേട്ടൻ ഇത് ലിങ്ക് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും, ഓഫ് കോഴ്സ്. അണ്ടർ റേറ്റഡ് എന്ന് പറയുന്നത് because they feel probably okay these songs did not receive the recognition that it needed at that time എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു പക്ഷെ ആരെങ്കിലും പിന്നീടായിരിക്കും ഡിസ്കവർ ചെയ്യുക, ഓക്കെ ഓ ദിസ് സോങ്സ് വർ ബൈ ദിസ് പേഴ്സൺ എന്നുള്ളൊരു. അത് മാത്രമല്ല ചേട്ടന്റെ പാട്ടുകൾ ഇന്നും ഹിറ്റ് ആണെന്നുള്ളതാണ് അന്ന് ഉണ്ടാക്കിയിട്ടുള്ള ക്രിയേഷൻസ്. അത് ഞാൻ അത് എപ്പോഴും ചിന്തിക്കുന്ന ഇതാണ്, ഓരോ പാട്ടും അല്ലെങ്കിൽ ഓരോ സിനിമയും ഒന്നെങ്കിൽ യു തിങ്ക് യു ഷുഡ് ഫീൽ ദാറ്റ് ദിസ് ഇസ് യുവർ ഫസ്റ്റ് മൂവി ഓർ ദിസ് ഇസ് യുവർ ലാസ്റ്റ് മൂവി. ഈ ഏതെങ്കിലും തോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഉഗ്രനായിട്ട് ചെയ്യും. ആദ്യത്തെ സിനിമയാണെങ്കിൽ നമ്മൾ എന്ത് ഫയർ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഈ പറയാം ദിസ് ഇസ് യുവർ ലാസ്റ്റ് മൂവി, ആഫ്റ്റർ ദിസ് യു ആർ ഗോയിങ് ടു റിട്ടയർ എന്ന് പറയുകയാണെങ്കിൽ വാട്ട് യു ആർ ഗോയിങ് ടു ഡു വിത്ത് ദാറ്റ്, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ആ ഒരു തോട്ട് പ്രോസസ്സിൽ എനിക്ക് അത് കിട്ടിയത് റഹ്മാൻ സാറിന്റെ ഒരു ഇന്റർവ്യൂ എന്നാണ്. പുള്ളി അത് ഞാൻ അതിനുശേഷം അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. നമ്മുടെ ഐഡൽസിൻ്റെ നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് നമ്മുടെ ഈ ആർട്ടിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. പണ്ട് റഹ്മാൻ സാറിന്റെ കുറേ ഇന്റർവ്യൂസ് കണ്ടിന്യൂസ്ലി വരുന്ന ഒരു ഫോറം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ റിഫ്രഷ് ചെയ്ത് കണ്ട് പുതിയത് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അതിൽ അദ്ദേഹം പറഞ്ഞൊരു സാധനമാണ്, ഈച്ച് മൂവി ഐ ട്രീറ്റ് ഇറ്റ് ആസ് മൈ ഫസ്റ്റ് ഫിലിം. ഫസ്റ്റ് ഫിലിം അല്ല, ലാസ്റ്റ് ഫിലിം. ആഫ്റ്റർ ദിസ് ഐ എം ഗോയിങ് ടു ക്വിറ്റ്.
എന്ന് ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ദെൻ ഹീ ഈസ് ഗോയിങ് ടു ഗിവ് എവറിത്തിങ്, ഈസ് ഗോയിങ് ടു ബ്രിങ് ഓൾ ദ ഫോഴ്സസ് ടുഗദർ, ഡു എവറിത്തിങ് പോസിബിൾ. ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമ്മളെല്ലാത്തിലും പൊറോട്ട നാടകത്തിലാണെങ്കിലും പുഷ്പവിമാനത്തിലാണെങ്കിലും കസബയിലാണെങ്കിലും മരക്കാറാണെങ്കിലും പ്രീസ്റ്റ് ആണെങ്കിലും എസ്ര ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. ആ ഒരു തോട്ട് പ്രോസസ്, ഗിവ് യുവർ ബെസ്റ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു ചേട്ടൻ എപ്പോഴും ഫ്രം യുവർ ഫസ്റ്റ് മൂവി ലൈക്ക് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴായാലും ആൾക്കാർ ഓരോ പാട്ട് ഇറങ്ങുമ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് ഇങ്ങനെ പറയുന്ന ഒരു ഇതില്ല ചേട്ടാ? അതുണ്ട്, പക്ഷെ അത് ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. നല്ല രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നുള്ളൂ. നല്ല ആ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ എന്ന് പറയുന്നത് തന്നെ ആ ഒരു അത്രയും നാൾ നമ്മൾ ഈ കൊടുത്ത ഒരു ജെനുവിൻ ഔട്ട്പുട്ടിന്റെ ഒരു സാധനം തന്നെയാണെന്നുള്ളത്. നമ്മൾ ഇന്നാളൊരു റീല് ഞാൻ ചേട്ടന് ഷെയർ ചെയ്തിരുന്നില്ലേ, ലൈക്ക് 2 days ago. അതിന്റെ താഴത്തെ കമന്റ് സെക്ഷൻ ചേട്ടൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു. ലൈക്ക് പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് യു ആസ് ദ ഗോഡ് ഓഫ് മ്യൂസിക്, അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. സീരിയസ്ലി ചേട്ടൻ അതിന്റെ കമന്റ് സെക്ഷൻ തുറന്നു നോക്കണം. അപ്പം പീപ്പിൾ ആർ എക്സ്പെക്ടിങ് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചേട്ടനിൽ നിന്ന് ഭയങ്കരമായിട്ട് ആരാധകരെ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിവേ, ചേട്ടന് എങ്ങനത്തെ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഭയങ്കര ഈസി ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര ടഫ് ആയിട്ടും തോന്നുന്നത്? ലൈക്ക് ഓൾ ജോണർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള, ഇപ്പൊ പൊറാട്ടും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും അങ്ങ് പോപ്പ് മ്യൂസിക്. വൺ മോർ തിങ് ദാറ്റ് ഇസ് ഗോയിങ്, നാരായണീന്റെ 3 ആൺമക്കൾ എന്ന് പറഞ്ഞ സിനിമ വരാനുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഈസ് പ്രോബബ്ലി, ഐ ഫീൽ ഇറ്റ് ഈസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫോണ്ടസ്റ്റ് വർക്ക് കമ്മിങ് ഔട്ട്. അതിൽ കുറേ ഈ ഇങ്ങനെ ഒരു കുറേ എക്സ്പ്ലോറേറ്റീവ് ആയിട്ടുള്ള സ്കോർ വൈസ് ആണെങ്കിലും സോങ്സ് വൈസ് ആണെങ്കിലും അത് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ് സോങ്. അത് ജോജുവും സുരാജൊക്കെ ഉള്ളൊരു നല്ലൊരു രസകരമായിട്ടുള്ളൊരു സിനിമയാണ്, ഇൻട്രസ്റ്റിംഗ് മൂവിയാണ്. ശരൺ വേണുഗോപാൽ എന്ന പുതിയൊരു ഡയറക്ടർ. അതുപോലെ തന്നെ ഈ കാലൻ്റെ തങ്കക്കൂടെ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ പുതിയ നല്ല രസമുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഐ എം ലുക്കിംഗ് ഫോർവേഡ്. എല്ലാം പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ കാര്യങ്ങളുമാണ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റെലവെൻ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയും. റെലവെൻറ്റ്, വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് യു, അതിനെ മനസ്സിലാക്കുകയും അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് നമ്മളുടെ കരിയറിനെ ലോഞ്ചിവിറ്റി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് 16 വർഷത്തെ ലെഗസി എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും മാറിയിരുന്നിട്ട് അത് വെച്ച് പുട്ടടിക്കാൻ മാത്രമേ പറ്റുള്ളൂ, ലിറ്ററലി, അല്ലേ? സോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് യു, what are the kids doing, what are the new fresh talents doing, because the thing is I fresh people ചെയ്യുന്നതിന്റെ ഒരു ബ്യൂട്ടി എന്താണെന്നറിയോ, അവർക്ക് they don't have anything else to look to. അവര് ഭയങ്കര ബോൾഡാണ്, എന്തെങ്കിലും ചെയ്ത് അടങ്ങൂ എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡ് ഇല്ലേ, that attitude is what I used to probably have when I did Chota Mumbai or Bachelor Party or and that is exactly the same attitude I try to keep even now alive. രാഹുൽ രാജിന്റെ വിശേഷങ്ങൾ ഈ എപ്പിസോഡിൽ തീരുന്നില്ല, ബാക്കി വിശേഷങ്ങൾ കാണാം മറ്റൊരു എപ്പിസോഡിൽ. So till then, this is me Meenakshi Sudeep signing off from Celluloid. Bye bye.